ദേവിക, സർ. അവിടുത്തെ അന്തരീക്ഷം അത്ര മോശമാണെങ്കിൽ അവിടുന്ന് മാറിയെന്നൂടെ? സർ, നിത്യമുളയിട്ടിട്ട് ഞാൻ എങ്ങനെ? പിന്നെ അച്ഛൻ നിത്യയെ നോക്കാൻ അവിടെ ഇപ്പൊ ഹോം നേഴ്സ് ഇല്ലേ? പിന്നെന്താ? എന്നാലും ഞാൻ നോക്കുന്ന പോലെ ആവോ സർ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവനവന്റെ ജീവിതത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. സർ, ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞു, ആരൊക്കെ പറഞ്ഞു? സത്യത്തിൽ സുധിയുടെ ആത്മാവിന് ദേവികയോട് ദേഷ്യം തോന്നുന്നുണ്ടാവും ഇപ്പോ, ഇങ്ങനെ സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൽ. ആലോചിക്ക്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇനിയും വൈകിയിട്ടില്ല. ഞാൻ വിളിക്കാം സർ. ഉരുകി തീരാൻ നിൽക്കരുത്. മടുത്തു എന്ന് തോന്നുമ്പോൾ പടിയിറങ്ങിക്കോണം.